ലൈനുണ്ട്. ലൈനിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഷേക്സ്പിയർ ഫെസ്റ്റിവലിൻ്റെ കോട്ടയിലാണ്. അവിടെ നമുക്ക് ഹ്യൂമനോയിഡ് റോബോട്ടിക്കിനെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ അത് സെൻസ് ചെയ്തിട്ട് അതുപോലെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ റോബോട്ടിക്കിൻ്റെ പ്രത്യേകത. കൈ കൊടുത്തോ കാണിക്കുന്നോക്ക. ഷേക്കൻ അടിപൊളി കേട്ടോ. വേണ്ട 2025 സ്റ്റാർട്ട് ചെയ്ത ഷേക്സ്പിയർ ഫെസ്റ്റിവലിലേക്ക് എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 10 ദിർഹമാണ്. 3 വയസ്സിന് താഴെയുള്ളവർക്കും 60 വയസ്സിന് മുകളിലുള്ളവർക്കും എൻട്രി ഫ്രീ ആണ്. അതുപോലെ തന്നെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എൻട്രി ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ ഇലക്ട്രോണിക് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഷേക്സ്പിയർ ഫെസ്റ്റിലോട്ട് എൻ്റർ ആകുമ്പോഴാണ്. എൻ്റർ ആകുമ്പോൾ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഓവറോൾ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. എൻ്റർ ആയതിനു ശേഷം നമുക്കവിടെ ചെക്കിംഗ് ഉണ്ട്. നമ്മൾ എയർപോർട്ടിലൊക്കെ ചെക്കിംഗ് പോലെ ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. അത് നമ്മൾ ബോഡിയെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊണ്ട് ബാഗ്സ് എല്ലാം അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്ക് എൻട്രി ആകാവൂ. ലൈറ്റ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ. അങ്ങോട്ടൊക്കെ ഒരുപാട് നല്ല സ്റ്റോൾസുകളുണ്ട്. നമുക്ക് അവിടെ കൊണ്ട് പോയി നോക്കാം. ബാ. ട്രോൺ ഷോ ഉണ്ട്. 9:30 ട്രോൺ ഷോയും 10 മണിക്ക് ഫയർ വർക്കും ഉണ്ട് കേട്ടോ. Test this berry juice from Syria. Oh, nice. Fruit. Which fruit? Blackberry. Blackberry. Yes, berry juice. Blackberry. Berry juice. Yeah. Syria. Syria. Juice, yes. Syrian juice. Nice. Thank you. ഫ്രണ്ടിലായിട്ട് ഷേക്സ്പിയർ ഫെസ്റ്റിവൽ എന്ന് എഴുതിയിട്ട് ഒരു ചെറിയൊരു ഫൗണ്ടൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഒരു വ്യൂ ആണ് ഫോട്ടോ എടുക്കാനൊക്കെ. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വാട്ടർ ഫൗണ്ടൻ വേറെ അവർ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കായിട്ട് ഇവിടെ ഒരു ഡൈനോസർ പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ അവർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാറ്, നമ്മുടെ ജുറാസിക് പാർക്കിലുള്ള ആ കാറിൻ്റെ ഒരു മോഡലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. ഈ വർഷത്തെ ഷേക്സ്പിയർ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്കും വലിയവർക്കും വേണ്ടി ഒരുപാട് ആക്ടിവിറ്റികൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ അവിടെ ഉണ്ട്. ആ സെക്ഷനിൽ പങ്കെടുക്കാനായിട്ട് 1 മണിക്കൂർ 50 ദിർഹമാണ് പറയുന്നത്. 50 ദിർഹത്തിന് നമുക്ക് 1 അവർ സെക്ഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഗാർഡുകളും നമുക്ക് വേണമെങ്കിൽ നമുക്ക് കോച്ചിനെ ആവശ്യപ്പെടാം. അതെല്ലാം ഈ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് യമനിലെ പാവലോട്ടാണ്. അവിടെ ഹണിയുടെ ഒരു 1 കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയാവുന്നത് ജിഞ്ചർ ഹണി, ഒരു സ്പെഷ്യൽ ഹണിയാണ്. എല്ലാം നാച്ചുറലായിട്ടുള്ള ഒറിജിനൽ ഹണിയാണ്. ജിഞ്ചർ ഹണിയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമുക്ക് ഈ ത്രോട്ട് പെയിൻ അതേപോലെ തന്നെ ചുമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹണി ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണ്. അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ ഹണി കഴിച്ചായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് അതുകൊണ്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. വരാൻ മറക്കരുത്. ഇവിടെ ഒരുപാട് പാവലോൺസ് കാണാൻ പറ്റും. പല രാജ്യങ്ങളുടെ പലതരത്തിലുള്ള കൾച്ചറും അവരെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു പാവലോൺസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ഫുഡൊന്നും വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊന്നും മേടിക്കാൻ പറ്റുന്നതല്ല. ഫുഡിൻ്റെ സെക്ഷൻ വന്നിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലോട്ട് പ്രത്യേകിച്ച് ഫുഡിൻ്റെ സെക്ഷൻ മാറ്റിയിട്ടുണ്ട്.
ഈ പാവൻസിലെല്ലാം അവരുടെ കൾച്ചറലായിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഡ്രസ് കോഡും മറ്റു സാധനങ്ങളാണ് ഉള്ളത്. മൊറോക്കൻ പാവലിൽ നമുക്ക് ഒരുപാട് ബ്യൂട്ടി കോസ്മെറ്റിക് ഐറ്റംസ് കാണാൻ പറ്റും. നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്തുകൊണ്ട് അവർ തന്നെ ഉണ്ടായിട്ടുള്ള ലിപ്സ്റ്റിക്കും ബോഡി സ്ക്രബ്സും ഫേസ് വാഷും കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പാവലിയോൺസ് മാത്രമല്ല, നമുക്ക് നല്ല ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനായിട്ടുള്ള വണ്ടർലാൻഡിൻ്റെ ഒരുപാട് ഗെയിം സോണുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അതിനെല്ലാം സെപ്പറേറ്റ് പൈസയാണ്. നമ്മളിപ്പോൾ അകത്ത് കയറിയതിന് ശേഷം അതിന് സെപ്പറേറ്റ് കാർഡ് എടുക്കണം. സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്. വണ്ടർലാൻഡിൻ്റെ മാത്രമായിട്ട് തന്നെ പ്രത്യേകിച്ചൊരു കാർഡുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള അറബിക് ഡ്രാമകളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഫുഡ് ഇവിടെ കിട്ടുന്നതാണ്. എല്ലാ കൺട്രികളുടെ ഫുഡ് നമുക്കിവിടെ കിട്ടുന്നതാണ്. പല തരത്തിലുള്ള പല വെറൈറ്റിയിലുള്ളത്. അങ്ങനെ ഇവിടുത്തെ ഈ സ്ട്രീറ്റ് ഫുഡിൽ ഞാനൊരു വെറൈറ്റി ഫുഡ് കണ്ടായിരുന്നു. മിക്സ് ഫ്രൂട്ട് ചയോമി. അത് ഞാനൊന്ന് ഓർഡർ കൊടുത്തു. എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാമല്ലോ. അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ട് മാംഗോ, പൈനാപ്പിൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് വാങ്ങിച്ചത്. പ്രിപ്പറേഷനെല്ലാം ലൈവായിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് വേണ്ട എല്ലാ ഫ്രൂട്ടും അവിടെ ഫ്രഷായിട്ട് അവരുടെ കയ്യിലുണ്ട്. നമ്മൾ പറയുമ്പോൾ ഓർഡർ കൊടുക്കുമ്പോൾ അപ്പോഴും തന്നെ എടുത്ത് അവർ കട്ട് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുത്ത ഓർഡർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലോട്ട് എത്തുമ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു. മിക്സ് ഫ്രൂട്ട് ഷോമൈ നമുക്ക് ടേസ്റ്റ് നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഇച്ചിരി സ്പൈസി ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇട്ടിട്ടുള്ളതാണ്. പൈനാപ്പിൾ, മാംഗോ, വാട്ടർ മെലൺ എല്ലാം ഉള്ളതാണ്. നല്ല സ്പൈസിയാണ്. ഞാനത് കഴിച്ചു തരട്ടെ. ഷേക്സ്പിയർ ഫെസ്റ്റിവൽ വരുമ്പോഴത്തേക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് മാത്രമല്ല, ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന വേറെ ഷോപ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. കൊറിയൻ ഫുഡ്സുകളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ളത്. ഞാനൊന്ന് കൊറിയൻ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഒരുപാട് ഫുഡ് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ റിസൾട്ട് പിറ്റേന്ന് കിട്ടി. അതുകൊണ്ട് നമ്മൾ ഓൺ റിസ്കിൽ വേണം ഫുഡ് ഒക്കെ ട്രൈ ചെയ്യാൻ നോക്കാനായിട്ട്. ഞാനിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടാണ് ആദ്യമായിട്ട് എല്ലാ കൺട്രിയുടെ ഫുഡ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എല്ലാം കഴിച്ചതാണ്. കഴിച്ചപ്പോൾ ഫുഡ് പോയ്സൺ അടിച്ച് കിടക്കാണ്ടി വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഓൺ റിസ്കിൽ വേണം എല്ലാ ഫുഡും ട്രൈ ചെയ്യാൻ. ഒന്നോ രണ്ടാണെങ്കിലും കുഴപ്പമില്ല. എല്ലാ ഫുഡും ഒരുമിച്ച് ട്രൈ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ വേണം. സ്ട്രീറ്റ് ഫുഡ് ഏകദേശം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് അറബിക് ട്രഡീഷണൽ ഫുഡായ ലുക്കിമേത്ത് വാങ്ങാനാണ്. ലുക്കിമേത്ത് വാങ്ങിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ചൂടോടെ അവിടെ അവർ റെഡിയാക്കി തരുവാണ്. അതുപോലെ തന്നെ അറബിക് ട്രഡീഷണൽ കൾച്ചറൊക്കെ എടുത്ത് കാണിക്കാവുന്ന കുറച്ച് ഹെറിറ്റേജുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ എത്തിയത് വൈൽഡ് ലൈഫ് സീക്രട്ട് എന്നിങ്ങനെ ഒരു കവാടത്തിന് മുന്നിലാണ്. അതിനകത്ത് ഒരുപാട് വൈൽഡ് ലൈഫ് അനിമൽസിനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അവിടെ കയറി കാണാവുന്നതാണ്. പക്ഷേ അതിനൊരു എൻട്രി ഫീസ് ഉണ്ട്. 20 ദിർഹംസ് ആണ് പെർ ഹെഡ്. അകത്ത് കയറിയിട്ട് പിന്നെ നമുക്ക് കാണുന്ന ടൈഗറിൻ്റെ കൂടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ലൈനുണ്ട്. ലൈനിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഓരോ ഫോട്ടോസിനും 300 ദിർഹമാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 9:45 ട്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രോൺ ഷോ കഴിഞ്ഞ ഉടൻ തന്നെ 10 മണിയാകുമ്പോഴത്തേക്കും വെടിക്കെട്ടുമുണ്ട്. നമുക്കിപ്പോൾ ഫുഡ് വാങ്ങുന്ന ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഇത് കാണാൻ പറ്റുന്നതാണ്. നന്നായിട്ട് ഷൂട്ടൊക്കെ ആണെങ്കിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നതാണ്.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.